ഹലോ. അപ്പോൾ ചൂട് കാരണമാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നല്ല ചൂടാണ് കൈസ്, ഒട്ടുക്കത്തെ ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ പൊതുവേ പുറത്തൊന്നും ഇറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയിൽ കയറി ചൂട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ വേഗം വണ്ടി കയറിയിട്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് മലബാർ ഡേയ്സിലേക്കാണ്. മലബാർ ഡേയ്സിൽ പോയി നല്ലൊരു ബിരിയാണി തട്ടിലാണ് നമ്മളുടെ ഉദ്ദേശം. മലബാർ ഡേയ്സിൽ ഫുഡ് കഴിക്കാൻ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇവിടെയാണ് നമ്മളെ മാൾ ഓഫ് മസ്കറ്റും കൂടി സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ ഹാപ്പിനെസ് ആണ് ഇന്നത്തെ മെയിൻ പരിപാടി. ഒന്നും തിന്നിട്ടില്ല, വൈകുന്നേരം അവിടേക്ക് കയറുന്നതിന്റെ മുന്നിൽ എന്തെങ്കിലും ഒക്കെ തിന്നണ്ടേ. അങ്ങനെ എന്തെങ്കിലും തിന്നലല്ല, നല്ല ബിരിയാണി തിന്നലാണ് നമ്മളുടെ ഇന്നത്തെ ഉദ്ദേശം. നല്ല ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന് നമ്മളുടെ ചിക്കൻ ബിരിയാണി എത്തി ഗായ്സ്. നല്ല ദം ബിരിയാണി. കുറച്ചധികം നേരം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ബിരിയാണിക്ക് സൈഡായിട്ട് നല്ല ബീട്രൂട്ട് ചമ്മന്തി, സലാഡ്, കച്ചമ്പർ, പപ്പടം, ഇത് 4ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് 3 ബിരിയാണിയാണ്. 2 ഞങ്ങൾക്ക്, 1 കുട്ടികൾക്ക്. നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫവൽക്കാക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. പിള്ളേർക്കും എനിക്കും നല്ല അടിപൊളി ഇഷ്ടമായി. അങ്ങനെ ഒരു റൗണ്ട് കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് 2-3 റൗണ്ട് രണ്ടുപേരും കൂടി കളിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ. എന്തായാലും അവരെ പാട്ട് കേട്ടപ്പോൾ ബിരിയാണി തിന്നപ്പോൾ വന്ന് ഉറക്കം അങ്ങോട്ട് പോയി കിട്ടി. ആ പള്ളി കണ്ട ഗൈസ്, എന്തൊരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ പോണത് എങ്ങോട്ട് കിട്ടണമെന്ന് അറിയോ, അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനാണ്. ആ കാണുന്നതാണ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അതിനായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുട്ടികൾക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ഡേ ആണ്. കുറേ നാളത്തെ കുട്ടികളുടെ ആഗ്രഹമാണിത്. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ, എൻ്റെ വീഡിയോയിൽ കുറേ പേര് കാണിച്ചിട്ടുള്ള സ്ഥലമാണ്. മാൾ ഓഫ് മസ്കറ്റാണ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് പോവില്ല. ഉള്ള കടകൾ മൊത്തം കയറി ഇറങ്ങും. ഒന്നും വാങ്ങാനില്ലെങ്കിലും ഞാൻ എല്ലാ കടയിലും കയറി ഇറങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ R&B 25 to 50% ഓഫർ കണ്ടപ്പോൾ നേരെ അങ്ങോട്ട് കയറി. എന്നിട്ട് ഒന്നിനും കൊള്ളാത്ത കുറേ സാധനങ്ങൾ 50% ഓഫർ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെയും എൻ്റെയും ഒരു ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനാണ് അടുത്ത ഉദ്ദേശം. മെയിൻ ഉദ്ദേശം അതല്ല, നമുക്ക് വഴിയെ കാണാം എന്തിനാണ് നമ്മളിവിടെ വന്നതെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ കയറാണ്ട് ഇറങ്ങില്ല. അങ്ങനെ R&B കയറി 2 ബനിയനും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കയറിയത് ജപ്പാനീസ് ഷോപ്പിലേക്കാണ്. അവിടെ ജപ്പാനീസും കൊറിയൻ ഐറ്റംസും മാത്രമുള്ളൊരു ഷോപ്പാണ്. അവിടെ കാലത്തെയും ഉദ്ദേശം അവിടെ കയറാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാനത് കയറിക്കോട്ടേ എന്ന് കരുതിയിട്ട് വെറുതെ ഒന്ന് കയറി, ഒന്നും വാങ്ങാനൊന്നല്ലേ. കാണാൻ മൊയിലിനെ പോലെ ഉണ്ടെങ്കിലും ഇത് മൊയിലൊന്നുമല്ല കേട്ടോ. നമ്മളെ സോപ്പും പെട്ടി, നമ്മുടെ സോപ്പ് വയ്ക്കുന്ന സോപ്പും പെട്ടി. വെറുതെ അല്ല കുട്ടികളൊക്കെ കൊറിയൻ്റെയും ജപ്പാൻ്റെയും പിന്നാലൊക്കെ പോകണത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്ത് രസമാണ് അതിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം വെരി വെരി ക്യൂട്ട്. ബ്രഷിനടക്കം അവർ ഇത്രയും ക്യൂട്ട്നെസ് കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. നോക്കി എന്ത് രസമാണ് കാണാൻ. ചെറിയ ചെറിയ ബ്രഷുകൾ. കുഞ്ഞേ കുട്ടികൾക്കാണോ ഈ ബ്രഷുകൾ വെച്ചേക്കണേന്നും അറിയില്ല കേട്ടോ. ഈ ഒരു ഷോപ്പിൽ കയറിയാൽ നമുക്കും കുട്ടികൾക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. കൊറിയയും ജപ്പാനും എല്ലാം ഉണ്ട്. ഇന്ത്യൻ ഐറ്റംസ് മാത്രമില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒന്നും വാങ്ങാണ്ട് ഇറങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, വെറുതെ കയറൽ മാത്രമാണ് ഉദ്ദേശം. ഫൈഹാനൊന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വിശാലമായ ആ ലിഫ്റ്റിലേക്ക് അങ്ങോട്ട് കയറി. ലിഫ്റ്റിൽ കയറി നേരെ നമ്മൾ മാൾ ഓഫ് മസ്കറ്റിൻ്റെ ടോപ്പിൽ പോയി ഇറങ്ങി. നമ്മളെ വരവേൽക്കാനായിട്ട് അവിടെ 4 ആൾക്കാർ നിൽക്കുന്നത് കണ്ട. കുറച്ച് നേരം അവിടെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് നടന്ന് മാൾ ഓഫ് മസ്കറ്റിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു കേട്ടോ. പിന്നെ നടന്ന് നമ്മൾ ഫുഡ് കോർട്ടിലെത്തി. അവിടെ നിന്ന് പിന്നെ നടന്ന് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. നടക്കുക എന്നല്ലാതെ നടന്ന് ഞങ്ങളെ കാല് ചെയ്യാന്നല്ലാതെ എത്തുന്നില്ല കേട്ടോ. ഇനിയാണ് നമ്മളുടെ റിയൽ ഡെസ്റ്റിനേഷൻ. നമ്മൾ എവിടേക്കാണ് വന്നതെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അങ്ങനെ ഇതാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. മാൾ ഓഫ് മസ്കറ്റിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണിത്. കാര്യം ഫൈഹാൻ ഇതിൽ കയറുന്നത് ഞാൻ കുറേ പേടിപ്പിച്ചെങ്കിലും ഫൈഹ കയറുന്നത് കണ്ടപ്പോൾ കുറേ കുട്ടികൾ എവിടെ നിന്നോ കയറി വരുന്നത് കണ്ടു. ആദ്യം മേലെ പോവും, പിന്നെ ഒന്ന് സ്പീഡ് കുറയ്ക്കും, പിന്നെ താഴത്തേക്ക് വരും, പിന്നെ ഒന്ന് കറങ്ങും, പിന്നെയും മേലെ പോവും, സ്പീഡ് കുറയ്ക്കും. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ. 2-3 വട്ടം മേലോട്ടും താഴോട്ടൊക്കെ ഒന്ന് കറക്കിയിട്ട് അവരെ താഴത്തോട്ട് തന്നെ ഇറക്കിയിട്ടാണ്. അടുത്ത പോക്ക് പോകുന്നത് കാറിൽ കയറാനാണ് കേട്ടോ. കുഞ്ഞേ കുട്ടികൾ കയറുന്ന കാറിലേക്കാണ് അടുത്ത ഉദ്ദേശം. അക്കുലുവിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളതിലൊന്നും കയറാൻ അവൾ കൂട്ടാക്കിയില്ല കേട്ടോ.
ഫൈഹ കൂട്ടുവേണ്ടതുകൊണ്ട് തന്നെ ഫൈഹ ഇത് മനസ്സോടെ ഈ കറി കയറിയിട്ടാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ വളവ് എത്തുമ്പോൾ ഒന്ന് സ്പീഡിൽ പോവും, പിന്നെ പതുക്കെ പോവും, പിന്നെയും സ്പീഡിൽ പോവും. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാറ്റേൺ. അടുത്ത ലക്ഷ്യം ഗോളടിക്കലാണ്. അങ്ങനെ അവരെ മാത്രം ഗോളടിപ്പിച്ചാൽ പോരല്ലെന്ന് കരുതി ഞാനും ഫവൽക്കും ഒരു ഗോളടിക്കാൻ വേണ്ടി ഞങ്ങൾ തീവ്രമായി പരിശ്രമിച്ചു കേട്ടോ. അങ്ങനെ മാന്യമായി ഞാൻ തോറ്റുകൊണ്ട് ഞങ്ങൾ അടുത്ത കളിയിലേക്ക് ഇറങ്ങിയിട്ടാ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇവിടെ നിന്ന് പാവ എടുക്കലാണ് കേട്ടോ. ഒരു റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാവ കിട്ടും എന്നാണ് പറയുന്നത്. ഫൈഹയുടെ അതിബുദ്ധി കാരണം വെറുതെ പൈസ പോയൊരു ഗെയിമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ റിയാൽ മൊത്തം ഇങ്ങനത്തെ കൂതറ ഗെയിമിൽ പോയി. ഇനി അടുത്ത പണി കാറോടിക്കലാണ്. എന്തായാലും മറ്റേ കാറോടിക്കാനുള്ള ഭാഗ്യം നമുക്കില്ല. അപ്പം ഈ കാറോടിച്ച് തൃപ്തിപ്പെടാമെന്ന് കരുതി ഈ തള്ളപ്പിടി എങ്ങോട്ടാ പോണേന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. എതിരാളികൾ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരെയും ഇടിച്ച് തെറിപ്പിച്ചേനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴേ എനിക്ക് കൂട്ടിന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ അവരൊക്കെ ഇടിച്ചിടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചിരുന്നത്. അങ്ങനെ നീ മാത്രം ഓടിച്ചാൽ പോലെ ഞാനും കൂടി ഓടിക്കട്ടെ എന്നും പറഞ്ഞ് എന്നോട് കുശുമ്പും പിടിച്ച് പവൽക്കും കൂടി ഓടിക്കാൻ പറ്റുക. അടുത്തതായിട്ടാണ് നമ്മളുടെ വി ആർ റൈറ്റ്. അങ്ങനെ ഫൈഹ കയറി ഞങ്ങളൊക്കെ കയറണമെന്ന് വിചാരിച്ചപ്പോഴാണ് കേട്ടോ കാർഡ് മൊത്തം തീർന്നു. കാർഡിലെ പൈസ തീർന്നു. അതായത് കാർഡ് ഓരോന്നിലും കയറ്റണമല്ലോ. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ഇനി നമുക്ക് ബോണസ് ഉള്ളതിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഫൈഹക്ക് മാത്രമേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല. ഫൈഹ ഇങ്ങനെ കുടുകുടാന്ന് ചിരിക്കിനൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മനസ്സോടെ ഈ കപ്പും സോസറിലും ഫൈഹ കയറിയിരുന്നിട്ടാ. അക്കുലുവിന് കൂട്ടായിട്ട് കയറിയിരുന്നതാണ്. ഇത് വലിയ കാര്യമൊന്നുമില്ല. പതുക്കെ ഞെരങ്ങി കുഞ്ഞു കുട്ടികൾ പോണതാണ്. ഞാൻ പറഞ്ഞല്ലോ അക്കുല് ഭയങ്കര പേടിത്തോണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഫൈഹ കൂട്ട് വേണം. അത് ഞെരങ്ങി പോയതുകൊണ്ട് തന്നെ ഫൈഹക്ക് അതൊന്നും വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. അക്കലൂര് കയറ്റം കണ്ട വളരെ പേടിത്തോണ്ടിയായിട്ട് പേടിച്ച് വരച്ചിട്ടാണ് കയറുന്നത്. ഇതെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാണ് ഫയർ കയറിയെങ്കിലും പോയി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞെരങ്ങി പോകുന്നൊരു കുതിരയാണിതെന്നുള്ളത്. ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അക്കരെ നിന്ന് ഇക്കരെ പച്ചനാണ്. അതുകൊണ്ട് ഫൈഹാടെ സ്വഭാവമാണ്. ഫൈഹാക്ക് വല്ല അഡ്വഞ്ചറായിട്ടുള്ള ഇതാളാക്കാണ് ഇഷ്ടം. അതിലിരിക്കുന്നൊക്കെ അപ്പുറത്തോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അയ്യോ എനിക്ക് അതിൽ കയറിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് അപ്പുറത്തോട്ട് നോക്കും, ഇപ്പുറത്തോട്ട് നോക്കും. കാരണം ഈ കുതിര പതുക്കെ ഇടട്ട പോണത്. കുട്ടികളെ കളിപ്പിച്ച് തൊണ്ടയും വയറൊക്കെ സിഗ്നൽ തരാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞിട്ട് തൊണ്ടൊക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പോയി. എ സിയുടെ ഉള്ളിൽ കിടന്ന് നടന്നിട്ട്. അതുകൂടാണ്ട് വയറാണെങ്കിൽ ഗുളുഗുളൂന്ന് ശബ്ദം വെച്ച് തുടങ്ങി. ബിരിയാണി കഴിച്ചിട്ട് കുറേ നേരമായി. നല്ല ദാഹമുണ്ട്. ബിരിയാണി കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, ദാഹത്തിൻ്റെ പൊടി പൂരാണ്. അങ്ങനെ മൊയ്റ്റോയും ജ്യൂസൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങാണ്. വീണ്ടും കുറച്ച് പർച്ചേസൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. മതിയായി വീഡിയോ ഒക്കെ നമ്മൾ അത്രയും ആവശ്യമായി. ഇതാണ് മാൾ ഓഫ് ഒമാൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ലൈറ്റ്സും അറേഞ്ച്മെൻറ്റൊക്കെ അവളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് ഗൈസ്. ഞങ്ങളുടെ പാർക്കിങ്ങിലേക്ക് പോയി കാർ കൊടുത്ത് ഞങ്ങൾ വീണ്ടും നീങ്ങുകയാണ്. അങ്ങനെ രാവിലെ വന്ന് ഞങ്ങൾ രാത്രിയായിട്ടാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു പോയി വീട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും കുടിക്കുകയൊക്കെ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഇനി ബിരിയാണി കഴിച്ചാൽ ശരിയാവൂലെന്നും ഹെവി ഫുഡൊന്നും വേണ്ടാന്ന് കരുതിയോണ്ട് ഞങ്ങളൊരു സ്മൂത്തി വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. കുട്ടികൾക്ക് വീട്ടിൽ ദോശമാവ് ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ടെൻഷനില്ല. അവർക്ക് ഹെൽത്തി ആയിട്ട് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കൊടുക്കാമെന്ന് കരുതി. പിന്നെ നേരെ ഞങ്ങൾ പോയത് പർച്ചേസിങ്ങിനാണ് കേട്ടോ. നാളെ മുതൽ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങേണ്ടതുകൊണ്ടും വീട്ടിൽ ആവശ്യമായ സാധനങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടുമാണ് ഇത്രയും ആവശ്യമായി ഞങ്ങൾ വീണ്ടും നെസ്റ്റോയിൽ കയറിയത് കേട്ടോ. കറി വയ്ക്കാൻ മീനും, ചോറ് വയ്ക്കാൻ അരിയും, പച്ചക്കറിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സും അങ്ങനെ എന്തെങ്കിലും ചില്ലറ ഐറ്റംസ് വാങ്ങലാണ് ഉദ്ദേശം. അവിടെ വെച്ച് വാങ്ങി വരികയായിരുന്നെങ്കിൽ ഈ കടയിൽ കയറേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് വാങ്ങാൻ മറന്നു പോയിട്ടാണ്. അങ്ങനെ വീണ്ടും വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീണ്ടും വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.